Hello my dear students, welcome to Engineers Academy. This is Afsal Haleef. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സിംഗിൾ പ്ലെയിൻ സ്ലാബിലൂടെ പോകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. Q is equal to delta T divided by R. ഇലക്ട്രിക്കൽ അനലോഗിയും വരച്ചു, തെർമൽ റെസിസ്റ്റൻസിൻ്റെ നെറ്റ്വർക്ക് നമ്മൾ വരച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് തെർമൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻസ് ആണ്. വിച്ച് മീൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്ലെയിൻ സ്ലാബ് ആണെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്തു അതേപോലത്തെ 3 പ്ലെയിൻ സ്ലാബുകൾ ചേർത്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കും? ബട്ട് ഈ 3 പ്ലെയിൻ സ്ലാബുകളുടെ മെറ്റീരിയൽ ഡിഫറൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1, ഇവൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2, ഇവൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K3. ഇത് സ്റ്റീലാണെന്ന് വിചാരിക്കുക ഫസ്റ്റ് മെറ്റീരിയൽ, സെക്കൻഡ് മെറ്റീരിയൽ കോപ്പർ ആയിരിക്കും, തേർഡ് മെറ്റീരിയൽ അയൺ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസുകൾ ചേർത്ത് വെച്ചു. ബട്ട് റിമെമ്പർ ഈ 3 പേരുടെയും ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ, ഈ കാണുന്ന ഏരിയ ഉണ്ടോ? നിങ്ങൾ ഈ കാണുന്ന ഏരിയ ഏറ്റവും അവസാനത്തെ തേർഡ് മെറ്റീരിയലിൻ്റെ ഏരിയയാണ്. ഇതേ ഏരിയ തന്നെയാണ് ആർക്കും സെക്കൻഡ് മെറ്റീരിയൽ, അത് തന്നെയാണ് ആർക്കും ഈ പറഞ്ഞ ഫസ്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഈ 3 പേരുടെയും ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ സെയിം ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഇതൊരു ബുക്ക് ഒരു പ്ലെയിൻ സ്ലാബ് കൺസിഡർ ചെയ്യുക, ഇതേപോലത്തെ ഇതാണ് ഏരിയ, ഇതേപോലത്തെ 3 ബുക്കുകൾ ചേർത്ത് വെച്ചു. അങ്ങനെയാണ് ഈ ഫിഗർ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 പേരുടെയും ഹീറ്റ് ട്രാൻസ്ഫർ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 3 പേരുടെയും ഏരിയ ഇവിടെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പ്രോബ്ലം ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഫൈൻഡ് ദ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചേഴ്സ് T2 or T3 ഓർ എക്സ്റ്റേണൽ ടെമ്പറേച്ചേഴ്സ് T1 and T4, അല്ലെങ്കിൽ ഫൈൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി K, ഫൈൻഡ് ദ തിക്നെസ് L, അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യണം. നമുക്ക് ആദ്യം ബേസിക്സിന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിംഗിൾ പ്ലെയിൻ സ്ലാബിൽ നമ്മൾ എത്ര റെസിസ്റ്റൻസ് വരച്ചു? ഒരു റെസിസ്റ്റൻസ് വരച്ചു. അപ്പോൾ ഇവിടെ 3 സ്ലാബില്ലേ, 3 സ്ലാബാണെങ്കിൽ എത്ര റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടി വരും? 3 കണ്ടക്ഷൻ റെസിസ്റ്റൻസ് വരയ്ക്കേണ്ടി വരും. ഒന്നാമത്തെ കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ഇത് ആർക്കുള്ളതാണ്? ഫസ്റ്റ് സ്ലാബിൻ്റെ. ദിസ് ഇസ് ഫോർ സെക്കൻഡ് സ്ലാബ് ആൻഡ് ദിസ് ഇസ് ഫോർ തേർഡ് സ്ലാബ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ സർഫസ് ടെമ്പറേച്ചർ T1 ആണ്. ഇവിടെ നിങ്ങൾ അസ്യൂം ചെയ്യണം T1 ഈസ് ഗ്രേറ്റർ ദാൻ T2 ഈസ് ഗ്രേറ്റർ ദാൻ T3 ഈസ് ഗ്രേറ്റർ ദാൻ T4. അത് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ T1, തൊട്ട് താഴെ T2, തൊട്ട് താഴെ T3, ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ T4. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയാണ്? ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ Q. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫൊറിയറിലൂടെ അസംഷൻ എന്തായിരിക്കണം? ഇറ്റ് ഇസ് 1 ഡയമെൻഷണൽ. എക്സ് ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുള്ളൂ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അസംഷൻ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. എന്താ ഈ സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ? എത്രമാത്രം ഹീറ്റ് ഈ സിസ്റ്റത്തിൽ കയറുന്നു അത്രയും ഹീറ്റ് എന്ത് ചെയ്യണം? ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകണം. ഇപ്പോൾ Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഫസ്റ്റ് സ്ലാബിൽ കയറിയാൽ അതേ Q എമൗണ്ട് ഓഫ് ഹീറ്റ് എവിടെ കയറി പോകണം? സെക്കൻഡ് സ്ലാബിൽ പോകണം. അതേ Q എമൗണ്ട് ഓഫ് ഹീറ്റ് എവിടെ കയറി പോകണം? തേർഡ് സ്ലാബിൽ പോകണം. അതേ Q തേർഡ് സ്ലാബിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവുകയും വേണം. ഒരു സ്ഥലത്തും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്റ്റോർ ചെയ്താൽ നമ്മളെ കൺസെപ്റ്റ് എന്തായിരുന്നു? ടെമ്പറേച്ചർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഒള്ളി എന്നാണ് നമ്മൾ പഠിച്ചത്. അതാണ് 1 ഡയമെൻഷനിൻ്റെ കണ്ടീഷൻ. ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പുറത്തുനിന്ന് കയറിയ ഹീറ്റ് ഒരു 100 ജൂൾ ഓഫ് ഹീറ്റ് കയറി, പക്ഷേ തൊട്ടടുത്ത സ്ലാബിൽ 90 ജൂളേ പോയുള്ളൂ. ആ 10 ജൂൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്ലാബ് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്താൽ അവൻ്റെ സർഫസ് ടെമ്പറേച്ചർ T1 കൂടത്തില്ലേ? നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 500 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഹീറ്റ് സ്റ്റോർ ചെയ്താൽ അവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 502 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. സോ ടെമ്പറേച്ചർ ഇസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് നമ്മൾ അസംഷൻസിന് അഗൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, 1 ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ്, കോൺസ്റ്റൻറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ് ഓരോ മെറ്റീരിയൽ. ഇത് അസംഷൻസിന് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഹീറ്റ് കയറുന്നോ അതേ ഹീറ്റ് തന്നെ എന്ത് ചെയ്യണം? എല്ലാ സ്ലാബുകളുടെയും കയറി പുറത്തിറങ്ങി പോകണം. ഓക്കെ അല്ലേ? സോ ഞാൻ എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിച്ചോട്ടെ. ഇവിടുത്തെ ടെമ്പറേച്ചർ T2 ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T3 ആണ്. ദിസ് ഇസ് റെസിസ്റ്റൻസ് R2, ദിസ് ഇസ് റെസിസ്റ്റൻസ് R3 ആൻഡ് ദിസ് ഇസ് ടെമ്പറേച്ചർ T4. നമുക്ക് എന്ത് ചെയ്യും? ആദ്യം നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എന്താണ്? ഒരൊറ്റ സിംഗിൾ സ്ലാബിലാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ T ഡിവൈഡ് ബൈ R ആണ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? ഇതാണ് ഒരു സിംഗിൾ സ്ലാബിലൂടെ പോയാലുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് പ്ലെയിൻ സ്ലാബിലാകുമ്പോൾ ഡെൽറ്റ T ആരാണ്? T1 മൈനസ് T2. സോ T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ R1. ഈ ഡെൽറ്റ Tക്ക് ഇടയിലുള്ള റെസിസ്റ്റൻസ് ആരാണ്? R1. അതേ Q ആണ് എവിടെ പോകുന്നത്? സെക്കൻഡ് സ്ലാബിൽ പോകുന്നത്. സോ സെക്കൻഡ് സ്ലാബിൽ ഞാൻ അതേ സെയിം Q എഴുതിക്കോട്ടെ. എത്രയാണ് Q വരുന്നത്? T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ R2. നോക്കൂ, T2 മൈനസ് T3 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്താണ്? R2. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റത്തെ Q എന്തായിരിക്കും? സെയിം Q അല്ലേ? T3 മൈനസ് T4 ഡിവൈഡഡ് ബൈ വാട്ട്? R4. ഈ 3 പേരിലൂടെയും പോകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ എന്ത് ചെയ്തു?
കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കറിയാവുന്ന ബേസിക് ഫോറിയർ ലോ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വെച്ച് കണ്ടുപിടിച്ചു. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമിന് ചോദിച്ചത് ഇതൊരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യുക. എക്സാംസിൻ്റെ ഗിവൺ ഡേറ്റ ഈ T1ഉം T4ഉം അവർ തന്നിട്ടുണ്ട്. L1 L2 L3 K1 K2 K3 ഏരിയയും നോണാണ്. അങ്ങനെയാണ് എന്നിട്ട് അവർ പറയും ഫൈൻഡ് ദ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇപ്പോൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് T1ഉം T4 മാത്രമേ അറിയാത്തുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ ഇട്ടാൽ അവിടെ T1 അറിയാം, T2 അൺനോണാണ്. സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ, T2ഉം T3 അൺനോണാണ്. തേർഡ് ഇക്വേഷൻ നോക്കൂ, T3 അൺനോണാണ്. അപ്പോൾ ഓരോ ഇക്വേഷൻസിൽ എന്ത് വരുന്നുണ്ട്, ഓരോ അൺനോൺസ് വെച്ച് വരുന്നത് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അവർ അടുത്ത ക്വസ്റ്റൻ ഫൈൻഡ് ദ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചേഴ്സ് T2 ആൻഡ് T3. ഞാൻ പറഞ്ഞ മനസ്സിലായോ? T1ഉം T4ഉം തരും. പക്ഷേ ഈ ഇക്വേഷൻസിലൊന്നും എന്തില്ല, ഓരോ ഇക്വേഷൻസിലും ടെമ്പറേച്ചേഴ്സ് അൺനോൺ ആയി, ഓരോ ടെമ്പറേച്ചർ മിനിമം അൺനോൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് Q കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പറ്റും, ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ പറ്റും. ബട്ട് ഞാൻ പറയാം, ഒരൊറ്റ ഇക്വേഷൻ തരാം. നമുക്ക് ഏത് ടെമ്പറേച്ചർ അൺനോൺ ആയാലും ശരി, ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും ഒരു സിംഗിൾ ഇക്വേഷനോട് എനിക്ക് എന്ത് ചെയ്യണം, ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യണം. അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഈ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ആർ അല്ലേ. ഇവിടെ നിങ്ങൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ, അത് T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് വിളിക്കാം, Q ഇൻറ്റു R1 എന്ന് വിളിച്ചൂടെ, Q ഇൻറ്റു R1. ഓർ ഈ ഇക്വേഷനിൽ എങ്ങനെ എഴുതാം, T2 മൈനസ് T3 ഈസ് ഈക്വൽ ടു Q ഇൻറ്റു R2. ലാസ്റ്റ് ഇക്വേഷൻ T3 മൈനസ് T4 ഈസ് ഈക്വൽ ടു എന്ത് പറയാം, Q ഇൻറ്റു R4. വേർ ദിസ് R1 R2 എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വാട്ട് ഈസ് R1? ഒന്നാമത്തെ റെസിസ്റ്റൻസ് L/K എന്നാണ് ജനറൽ ഇക്വേഷൻ. ഒന്നാമത്തെ റെസിസ്റ്റൻസിൻ്റെ തിക്നെസ് എന്താണ്, L1. അവൻ്റെ തെർമൽ കണ്ടക്റ്റ് K1. അവരുടെ മൂന്ന് പേരുടെ ഏരിയ സെയിം ആണ്, അതുകൊണ്ട് A എന്ന് വിളിച്ചു. R2 എന്തായിരിക്കും, L2 ഡിവൈഡഡ് ബൈ K2A. R3 എന്തായിരിക്കും, L3 ഡിവൈഡഡ് ബൈ K3A. ഇതാണ് ഈ സിമ്പിൾ. ഞാൻ അവനെ ഷോർട്ടാക്കി R1 R2 ഓർത്തുനിന്ന് എഴുതി. ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ ഈ മൂന്ന് ഇക്വേഷൻസിലെ 1 2 3 എന്ന മൂന്ന് ഇക്വേഷൻസിലെ ഈ മൂന്ന് ഇക്വേഷൻസിനെ ഞാൻ നമ്പർ എടുക്കാം. ദിസ് ഇസ് 1, ദിസ് ഇസ് 2 ആൻഡ് ദിസ് ഇസ് 3. ഞാൻ എന്ത് ചെയ്യണം, ഈ മൂന്ന് ഇക്വേഷൻസ് ലെഫ്റ്റ് സൈഡ് സം ചെയ്യാൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡ് ആരൊക്കെയാണ് ഉള്ളത് ഇവിടെ, T1 മൈനസ് T2, T2 മൈനസ് T3 ആൻഡ് T3 മൈനസ് T4 സം ചെയ്യാൻ പോവുകയാണേ. എന്താ വരുന്നത്, T1 മൈനസ് T2 പ്ലസ് T2 മൈനസ് T3 പ്ലസ് T3 മൈനസ് T4. ലെഫ്റ്റ് സൈഡ് സം ചെയ്ത് റൈറ്റ് സൈഡ് ഞാൻ സം ചെയ്യണം. റൈറ്റ് സൈഡ് നോക്കൂ, ഈ മൂന്ന് ഇക്വേഷൻസിലും Q കോമൺ അല്ലേ, Q പുറത്തെടുത്തു. പിന്നെ ഇവിടെ ആരുള്ള R1 പ്ലസ് R2 പ്ലസ് R3. ഇവിടെ നോക്കൂ, മൈനസ് T2 പ്ലസ് T2 കട്ടായിപ്പോൾ, മൈനസ് T3 പ്ലസ് T3 എന്തായിപ്പോൾ കട്ടായി. പിന്നെ ആര് മാത്രമേ ഇവിടെ ബാക്കി വരുന്നുള്ളൂ, T1 മൈനസ് T4 ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഈ സമ്മേഷൻ ഓഫ് ഓൾ ദ ത്രീ റെസിസ്റ്റൻസ് ഞാൻ R എഫക്റ്റീവ് എന്ന് വിളിച്ചോട്ടെ. ഇവിടെ നിന്ന് Q കണ്ടുപിടിച്ചിട്ട് വാട്ട് ഈസ് Q, Q ഈസ് ഈക്വൽ ടു T1 മൈനസ് T4 ഡിവൈഡ് ബൈ R എഫക്റ്റീവ് മീൻസ് R1 പ്ലസ് R2 പ്ലസ് R3. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. T1ഉം T4 മാത്രമേ നമുക്കറിയാവൂ ടെമ്പറേച്ചറുകളിൽ, ബാക്കി L-ഉം K-യും അറിയാം. ഈ ഇക്വേഷന് കൊടുത്താൽ പോരെ, L-ഉം K-യും അറിയാമെങ്കിൽ എന്ത് കിട്ടി, മൂന്ന് റെസിസ്റ്റൻസും കിട്ടി. T1ഉം T4ഉം അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, Q കിട്ടും. ആ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്തൂടെ. ഇനി അവർ അടുത്ത ക്വസ്റ്റൻ എന്താണ്, ഫൈൻഡ് ദറ്റ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചേഴ്സ് T2 ആൻഡ് T3. ഇതേ Q നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടെ ആര് അൺനോൺ, T2 ആണ്, അവിടെ നിന്ന് T2 കിട്ടും. അതേ Q സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കുക, അവിടെ ആര് അൺനോൺ ആണ്, T3 ആണ്, അവിടെ നിന്ന് T3 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷനും ഈ മൂന്ന് ഇക്വേഷൻസും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക, Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ഡിവൈഡ് ബൈ R ആണ്. നോക്കൂ, ന്യൂമറേറ്ററിൽ ഡെൽറ്റ ടി T1ഉം T2. T1 ഇതിനിടയിൽ ആര് മാത്രമേ ഉള്ളൂ, R1 മാത്രം. സോ ഡിനോമിനേറ്ററിൽ R1 മാത്രം. ഈ ഇക്വേഷൻ നോക്കൂ, T2ഉം T3 ഇടയിൽ ആര് മാത്രമേ ഉള്ളൂ, R2. അതുകൊണ്ട് അവിടെ R2 മാത്രം. T3ഉം T4 ഇടയിൽ ആര് മാത്രമേ ഉള്ളൂ, R3 ആണ്, നോട്ട് R4. ഇവിടെ R3 മാത്രം. സോ ഇവിടെ ഞാൻ എന്ത് വിളിച്ചു, ദിസ് ഇസ് R3 എന്ന് വിളിച്ചു. T1ഉം T4 എടുത്താൽ അവിടെ ആരൊക്കെ ഉണ്ട്, T1 T4 ഇടയിൽ മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആ മൂന്ന് റെസിസ്റ്റൻസ് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്തു, സം ചെയ്തു. ഇനി നിങ്ങൾക്കൊരു ഈസി മെത്തേഡ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. Q ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ടെമ്പറേച്ചർ. ഇപ്പോൾ എക്സാമിന് T1ഉം T4 ആണെങ്കിൽ T1ഉം T4 എടുക്കുക, ഡിവൈഡഡ് ബൈ ആ രണ്ട് ടെമ്പറേച്ചേഴ്സിനിടയിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ റെസിസ്റ്റൻസ് കൂട്ടുക. ഇനിയിപ്പോൾ എക്സാമിന് പറയാണ്, ഇപ്പം T4 വന്നിട്ടില്ല, T1ഉം T3 മാത്രമാണെന്നോ, ഫൈൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യുക, Q ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാവുന്ന ഗിവൺ ടെമ്പറേച്ചേഴ്സ് എവിടെ എഴുതുക, ന്യൂമറേറ്ററിൽ എഴുതുക. ഗിവൺ ടെമ്പറേച്ചേഴ്സ് ആരൊക്കെയാണ്, ഇപ്പോൾ T1ഉം T3 മാത്രമേ നിങ്ങൾക്ക് അറിയാവൂ. സോ ന്യൂമറേറ്ററിൽ ആരെഴുതി, T1 മൈനസ് T3.
റെസിസ്റ്റൻസ് ഡയഗ്രം നോക്കുക. T1 ഇതിലൂടെ ആരൊക്കെ ഉണ്ട്? R1ഉം R2. അത് ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ടേക്ക് ദ നോൺ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക? ഈ നോൺ ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ഇടയിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ ആ റെസിസ്റ്റൻസിൽ ഇവിടെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡയറക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ കിട്ടും. ഒരു സിംപ്ലിഫിക്കേഷൻസും ഇല്ല. ഓക്കെ, സോ ഇന്ന് മുതൽ നമുക്ക് ആവശ്യമുള്ള എവിടത്തെ ഏതെങ്കിലും ഗിവൺ ടെമ്പറേച്ചർ തന്നാൽ ആ ഗിവൺ ടെമ്പറേച്ചർ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ട്രാൻസ്ഫർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വൈ ദിസ് നൈം സീരീസ് കണക്ഷൻ? സീരീസ് മീൻസ് എന്താണ്? സീരീസ് റെസിസ്റ്റൻസ് എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രിക്കലിൽ സെയിം എമൗണ്ട് ഓഫ് ക്യൂ എല്ലാ റെസിസ്റ്ററിലും കൂടെ ഫ്ലോ ചെയ്താൽ സീരീസ്. ഇവിടെ അതല്ലേ, ഈ 3 റെസിസ്റ്ററിലും കൂടെ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ് സെയിം അല്ലേ? അതാണത് സ്റ്റഡി സ്റ്റേറ്റിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ അസംപ്ഷൻ. അതുകൊണ്ടാണ് ഈ റെസിസ്റ്റൻസിന് സീരീസ് എന്ന പേര് വരാനുള്ള കാരണം. ഓക്കെ, ഈ കൺസെപ്റ്റ് നന്നായി പഠിക്കുക. കാരണം ഫസ്റ്റ് മോഡ്യൂളിനകത്തുള്ള കണ്ടക്ഷൻ പ്രോബ്ലംസിൽ ഒരെണ്ണം മിക്കവാറും പ്ലെയിൻ സ്ലാബിന് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമല്ല, ഇനി ഒരു കൺസെപ്റ്റുണ്ട്, പാരലൽ കണക്ഷൻസ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാംസിനുള്ള പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഇനിയൊന്നും ഇന്നത്തെ പറയാനില്ല. നമ്മുടെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്യുക. താങ്ക് യു.